എന്താ അപ്പൊ അതെന്താ? അപ്പളാ മലം പറയണത്, എടാ ഹംക്ക് ചെക്കന്മാരെ, ഞാൻ ഇന്നലെ ഒക്കെ ആരായിരുന്നു അറിയാമോ? ഇന്നലെ 1-ാം തരം കോഴിക്കോട് ഹലുവയായിരുന്നു ഞാൻ. ഇന്നലെ ഞാൻ 1-ാം തരം ജിലേബിയായിരുന്നു. ഇന്നലെ 1-ാം തരം കരിമീൻ പൊരിച്ചതായിരുന്നു. ഇന്നലെ 1-ാം തരം ചിക്കൻ ചില്ലിയായിരുന്നു. എടാ ദുഷ്ടാ, നിന്റെ വയറ്റിൽ ഒരു 12 മണിക്കൂർ താമസിച്ചു ഒറ്റ കാരണത്താൽ ഞാൻ ഈ കോലത്തിലായെങ്കിൽ നിന്നെ കാണുമ്പോ ഞാനല്ലടാ ദുഷ്ടാ ഓടേണ്ടത്. അതാണ് പറഞ്ഞത്, ഒരു മലത്തിന്റെ വില പോലും നമുക്കില്ല. അതാ പൊട്ടാനി മുണ്ടുള്ളി പിൻചോരക്കട്ട പിന്നിന്ന് കാട്ടം ചുമന്നോരു കൊട്ട പെട്ടാലു ചത്തേ ചകമല്ലോ പൊട്ട പറനിന്നുടൽക്ക് ബഹുമാനം പൊട്ട. പെട്ടാലോ അസാലിന്റെ ഓർഡർ കിട്ടിയാൽ ചത്ത ചകമല്ല പൊട്ട, നീ ചത്തുപോയില്ലേ, നീ മരിച്ചുപോയി, നിന്റെ ശരീരം കൊണ്ട് എന്തിന് പറ്റൂടെ? അതല്ല ഗുണംകുടി മസ്താൻ ഒരിക്കൽ പറഞ്ഞത്. ഗുണംകുടി മസ്താൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ പാടിയതെന്താണെന്നറിയാമോ? തമിഴനാ. സോട്ടാലമീത്തി വൈത്തൗട് ശൊറിമല മൂത്തിരം മൂത്തി വൈത്തൗട് സാട്ടുക്കരിവാട്. നിന്റെ നിലനിൽപ്പ് ഭക്ഷണം കൊണ്ടാ. എന്നാൽ ശൊറിമല മൂത്തിരം മൂത്തി വൈത്തൗട്, നിന്റെ ശരീരത്തിലൊക്കെ മലം മൂത്രം ചലം ഇതൊക്കെ നാഗം ഉള്ളില്, പുറത്ത് ഈ പവർ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഉള്ളില് മഹാമോശപ്പെട്ട ആരാണ്, പുറത്തേക്ക് വന്നാൽ മാറിയിട്ട് നിൽക്കാനൊക്കൂല. പിന്നെ അല്ലാഹു തആല എയർ ടൈറ്റ് സംവിധാനം ശരീരത്തിൽ ഉണ്ടാക്കിയത് കൊണ്ട് കുഴപ്പമില്ല, ഇവിടൊക്കെ ധൈര്യമായിട്ട് ഇങ്ങനെ ഇരിക്കാം. അതാണ് സംഭവം. അപ്പോ ചാട്ടുക്കരിവാട്. ഒരു ഉണക്കമീനാണെങ്കിൽ പൊരിച്ചോ കറി വെച്ചോക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നീ ചത്തിട്ട് എന്തിനു പറ്റൂടാ? അതാണ് ഉപയോഗിക്കുന്നത്. ഒരു ഉണക്കമീന്റെ വില പോലും നിന്റെ ആ ശവത്തിനുണ്ടോ? അതാണ് പെട്ടാലോ ചത്തേ ചകമല്ല പൊട്ട പറനിന്നുടൽക്ക് ബഹുമാനം പൊട്ട. കൊല്ലും മലക്കിന്ന് കൽപ്പന കിട്ടി കൂടാടി പാടുന്ന തത്തയെ തട്ടി തെല്ലും മൊഴി കഴിവില്ലല്ലോ കുട്ടി തന്നിഷ്ടം വിറ്റാമെ പൊന്നിഷ്ടം കുട്ടി. കൊല്ലും മലക്കിന് കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്രായീലിന് കൽപ്പന കിട്ടിയാൽ കൂടാടി പാടുന്ന തത്തയെ തട്ടി. ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്നതിന്റെ ആത്മാവിന് അസ്രായീൽ ഇസ്ലാം പിടിച്ചകട് കെട്ടി. അപ്പൊ നിനക്ക് എന്തിനെങ്കിലും കഴിയോ? തെല്ലും മൊഴി കഴിവില്ലല്ലോ കുട്ടി തന്നിഷ്ടം വിട്ടാമെ പൊന്നിഷ്ടം കുട്ടി. നിനക്കൊന്നിനും കഴിയില്ല ആ അവസ്ഥയിലേക്ക് നീ എത്തുന്നത്. അതാണ് നിന്റെ ജഡം. അപ്പൊ ചിന്തിക്കാൻ ഇതൊന്നും ചിന്തിക്കാതെ ലഖദ് ഖലഖൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, പ്രത്യക്ഷത്തിൽ നല്ല ഭംഗിയിൽ രൂപത്തിലാണ് നിന്നെ അല്ലാഹു സൃഷ്ടിച്ചത്. എന്നിട്ടോ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, ഈ ലോകത്തുള്ളവരിൽ വെച്ച് ഏറ്റവും അധമനാക്കി അല്ലാഹു നിന്നെ മാറ്റി. എന്താ കാരണം? നിനക്ക് ബോധമില്ലാത്തതാണ്. ബോധം വരാനുള്ള മാർഗമാണ് ദിക്ർ. അല്ലാഹു ഖുർആൻ പറയുന്നത്, الذين يذكرون الله قياما وقعودا على جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നൃത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും ഒക്കെ ദിക്ർ ചെല്ലുന്ന ആളുകൾ ഈ പ്രപഞ്ചത്തെ കുറിച്ച് അവർ ചിന്തിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയും, പടച്ചവനെ ഈ പ്രപഞ്ചത്തെ നീ വൃഥാ സൃഷ്ടിച്ചതല്ല, ഇതിന്റെ പിന്നിൽ നീ ഭയങ്കരമായ യുക്തികളുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ കീഴ്പ്പെടൽ വരാനാണ് ദിക്ർ. ഇത് മനസ്സിലാക്കാതെ ചില ആളുകൾ ദിക്ർ ചെല്ലുന്ന ആളുകളെ അവഹേളിക്കുക, ദിക്ർ ചെല്ലുന്ന ആളുകളെ ചീത്ത പറയാ, ദിക്ർ ചെല്ലുന്ന ആളുകളെ ശിർക്കന്മാരാണെന്ന് പറയാ, ദിക്ർ ചെല്ലുന്ന ആളുകളെ മുബ്തദീങ്ങളാണെന്ന് പറയാ, ദിക്റിനെ പരിഹസിക്കുകയാണ്. ഇങ്ങനത്തെ കുറെ വിഭാഗം ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു തആല അതിന്റെ ഹല്ല് നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ, നമുക്ക് ദുആ ചെയ്യാം. എന്നാ റസൂൽ എന്ന് പറഞ്ഞത് എന്താ? ദിക്റിനെ അധികരിപ്പിക്കണം. വദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുക്ക് ദിക്ർ ചൊല്ലണം. ഹത്താ യഖൂലു, ജനങ്ങൾ പറയുവോളം, ഇന്നക്കും മജ്നൂൻ, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയട്ടെ.
ദിക്ർ ചൊല്ലി 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 ജനങ്ങൾ എന്ത് പറയണം? അവൻ ഭ്രാന്തനാണെന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ദിക്ർ ചൊല്ലി 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 മാനസികമായി മുന്നേറ്റം വന്ന് മുന്നേറി 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 അള്ളാഹുവിന്റെ മഹബത്തിലേക്കും ഇഷ്കിലേക്കും അവൻ അടുക്കും. ആ ഇഷ്കിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഒരു തരം പ്രത്യേകമായ സ്നേഹത്തിന്റെ അവസ്ഥ അവന്റെ ജീവിതത്തിൽ, അവന്റെ സംഭാഷണത്തിൽ, പ്രകടനങ്ങളിൽ വ്യക്തമാകും. അപ്പൊ ജനം ധരിക്കും അവന്റെ ഭ്രാന്താണ്, വട്ടാണ് എന്ന്. ആ അവസ്ഥയാകുവോളം നിങ്ങൾ ദിക്റിനെ അനുകരിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി വദ്കുറുല്ലാഹ കസീറൻ ഹത്താ യഖൂലു ഇന്നകും മജ്നൂൻ. ഈ ഹദീസ് സഹീഹാണ് എന്ന് ഇമാം സിയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു. വെറുതെയല്ല, ആ ഹദീസിന്റെ മത്നും സഹീഹായതോട് കൂടെ തന്നെ ഇമാം സിയൂത്തി തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഒരിക്കൽ നേരിട്ട് കണ്ടു. ആ നേരിട്ട് കണ്ടപ്പോ നബിയോട് ഞാൻ ചോദിച്ചു, നബിയെ, ഈ വദ്കുറുല്ലാഹ അക്സിറു ദിക്റ ഹത്താ യഖൂലു ഇന്നകും മജ്നൂൻ എന്ന് പറഞ്ഞ ഹദീസ് അവിടുന്ന് പറഞ്ഞത് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് മറുപടി നൽകി, അതെ, ഞാൻ പറഞ്ഞ ഹദീസ് തന്നെയാണ് ഏത് എന്ന് ഇമാം സിയൂത്തി തങ്ങളോട് റസൂൽ നേരിട്ട് പറഞ്ഞു എന്ന് ഇമാം അല്ലാമ ശഅറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അത്രയും സഹിഹാണ് ആ ഹദീസ്. അതിന്റെ മത്തനും സനദും സഹിഹത്ത് ആയതിനോടുകൂടെ റസൂൽ നേരിട്ട് സിയൂത്തി അവരോട് അത് സഹിഹാന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഹദീസാ. നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയട്ടെ, ഹത്താ യഖൂലു ഇന്നകും മജ്നൂൻ, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയട്ടെ. അപ്പൊ അവർ പറയുവോണെന്ന് ദിക്റിനെ അധികരിപ്പിച്ച അപ്പോൾ ജനങ്ങൾ പറയും, ഒന്നുകിൽ ദിക്ർ വിരോധികൾ, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന് എതിരാളികൾ. അവർ പറയും ഇവർക്ക് തലക്ക് വട്ടാണ്, ഇവർക്ക് എന്തോ പ്രശ്നം പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ വട്ടായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ടാ, അല്ലെങ്കിൽ അല്ലാഹു ഹയ്യുൻ, അല്ലാഹു ഹയാത്തുള്ളവനാണെന്ന് പറയുന്നത് കൊണ്ടാ ഇത് പറ്റാത്തത്? അല്ലാഹു മൗജൂദ്, അല്ലാഹു ഉണ്ട് എന്ന് പറയുന്നതാണോ തെറ്റ്? യാ ഹയ്യ് യാ ഖയ്യൂം എന്ന് പറയലാണോ തെറ്റ്? യാ റഹ്മാൻ യാ റഹീം എന്ന് പറയലാണോ തെറ്റ്? പിന്നെ എവിടെയാ തെറ്റ്? അള്ളാന്റെ ദിക്റിനെ എന്തിനു അവഹേളിക്കണം? എത്രയോ സ്വഹാബത്ത് ദിക്റിന്റെ മജ്‌ലിസുകൾ സംഘടിപ്പിച്ചതായി കൊണ്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സഹാബികൾ ആയിരുന്നു, ഇദാ ദക്കറുല്ലാഹ, അവർ അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലിയാൽ, കാനൂ യതമായലൂന യമീനം വശിമാലാ, ഇടത്തോട്ടും വലത്തോട്ടും സഹാബികൾ ആടിക്കൊണ്ട് ദിക്ർ ചൊല്ലാറുണ്ട് എന്ന് ഇമാം ഗസാലി തങ്ങൾ രേഖപ്പെടുത്തുന്നു. കാരണം എന്തുകൊണ്ടാ? ദിക്ർ ഇങ്ങനെ ചെല്ലുമ്പോ അവരറിയാതെ ചലനം വരികയാണ്. എങ്ങനെ വരാതിരിക്കും? അള്ളാഹിനെ കുറിച്ചല്ലേ ചെല്ലണ്, തന്റെ സ്നേഹവാചനത്തെ കുറിച്ചല്ലേ ചെല്ലുന്നത്, തന്റെ സ്നേഹവാചനത്തെ കുറിച്ചല്ലേ ഓർക്കുന്നത്. പിന്നെ എങ്ങനെ ചലനം വരാതിരിക്കും? ആ ചലനം വരുമ്പോ അവരറിയാതെ ആടിക്കൊണ്ടേയിരിക്കും. സഹാബികളൊക്കെ അങ്ങനെ ആടി നിൽക്കലുമെന്നല്ല, സഹാബികളൊക്കെ ചില ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ മദീനത്തെ പള്ളി ഒരുമിച്ചുകൂടി അവർ ഇരുന്നും ചാടിയും കടന്നും മുട്ടും വന്നും മുട്ടുകുത്തിയും ഒക്കെ ദിക്ർ ചൊല്ലാറുണ്ട്. അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അങ്ങനെ ഞങ്ങൾ നേരം പുറന്നു നോക്കിയാൽ അല്ലാഹുവാണ് സത്യം, സഹാബത്തിന്റെ കാൽമുട്ടുകളൊക്കെ മുട്ടനാടിന്റെ മുട്ടുപോലെ തോന്നും. മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലിയിട്ടേ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തങ്ങളുടെ സുനൽ കുബ്രയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ആർക്ക് നിഷേധിക്കാനൊക്കും? അത്രയും മഹത്വം ഈ ദിക്റിന്റെ. സഹാബികളൊക്കെ ദാക്കിരീങ്ങളായിരുന്നു, അതിനുശേഷമുള്ള ഔലിയാക്കൾ ദാക്കിരീങ്ങളായിരുന്നു, സ്വാലിഹീങ്ങൾ ദാക്കിരീങ്ങളായിരുന്നു. എന്തുകൊണ്ടാ? അതിന്റെ മഹത്വം അവർ ധാരാളം നുകർന്നു. ദിക്റിന്റെ മധു ഒരാൾ നുകർന്നാൽ പിന്നെ അത് വിടാൻ തോന്നൂല, പിന്നെ അത് എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കും. നാവ് കൊണ്ട് പറ്റൂല്ലെങ്കിൽ കൽബ് കൊണ്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചില മധുരം ഉണ്ട് അതിന്. ഈ ദിക്റിന് അങ്ങനെ ചില മധുരങ്ങളുണ്ട്, മാധുര്യം. ഇത് ആസ്വദിക്കുന്നവൻ പിന്നീട് അത് വിടൂല. നാവ് അവന് മറ്റുള്ള ജോലിയിലാണെങ്കിൽ കൽബിലുണ്ടാകും ദിക്റോ സലാത്തോ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ മധുരം കിട്ടുന്ന വസ്തു എന്തെന്നറിയാലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തിന്റെ മധു അതൊരു ആകർഷണീയമാണ്. നമ്മുടെ ശരീരത്തിന്റെ സകല കോശങ്ങളും ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അതും പ്രധാനപ്പെട്ട ദിക്ർ തന്നെ.
അല്ലാഹുവിന്റെ ഹബീബിന്റെ സലാത്ത് മനസ്സിലോ നാക്കിലോ ഉണ്ടായാൽ, ആ നാക്കിൽ നിന്ന് മനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ആസ്വദിക്കുന്ന മധുവിന് അളവ് പറയാൻ ആർക്കും സാധ്യമല്ലാത്ത അത്ര വിശാലമാണ് സ്വലാത്തിന്റെ മാധുര്യം. ആ മാധുര്യമാണ് ഔലിയാക്കൾ കുടിച്ചത്. ഔലിയാക്കൾ അതാണ് കുടിച്ചതും ആസ്വദിച്ചതും. അതുകൊണ്ട് തന്നെയാണ് ഔലിയാക്കൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ആ മധു, അവിടുത്തെ ശരീഅത്തിലൂടെ നിങ്ങൾ ജീവിച്ചു വളർന്നു വന്ന ആ മഹത്തായ മധു നിങ്ങൾ ആസ്വദിക്കുകയാണെങ്കിൽ ആ ആസ്വാദനം കൊണ്ട് നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങളുണ്ട് കേട്ടോ. ആ പുണ്യപ്രവാചകന്റെ പ്രഭ ആ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്നല്ല, സകല സൃഷ്ടികളിലുമുണ്ട്, നമ്മിലും ഉണ്ട്, സകല മണൽത്തരികളിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഭയുണ്ട്. ആ പ്രഭ നമ്മളിലുള്ളത് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ്, നമുക്ക് ബോധം വരുമ്പോഴാണ് അതിന്റെ മധു നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. അങ്ങനെ ആസ്വദിച്ചാൽ പിന്നീട് ഒരിക്കലും അതവൻ വിടാൻ തയ്യാറല്ല. അതിന്റെ മധു നഷ്ടപ്പെട്ടാൽ അവൻ ഈ ലോകം മുഴുവനും നഷ്ടപ്പെട്ട പോലെ തോന്നുന്ന അവസ്ഥ അവന് സംജാതമാകും. അതുകൊണ്ട് ദിക്റായിക്കോ, ദിക്ർ ചൊല്ലിക്കോ. ആ ദിക്ർ കൊണ്ട് നേട്ടമുണ്ട്, ആ ദിക്ർ കൊണ്ട് ദുനിയാവിൽ നേട്ടമുണ്ട്, ആഖിറത്തിൽ നേട്ടമുണ്ട്. അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ദിക്ർ ചൊല്ലുന്ന നാക്കുകളെയാണ്. സദാസമയത്തും ദാക്കിറാണെങ്കിൽ അവന്റെ മഹത്വമുണ്ട്. അതാണ് മഹാന്മാരും ഔലിയാക്കന്മാരും മശായിഖന്മാരും അവരുടെ തരീഖത്തിലൂടെ നിർദ്ദേശിച്ചത്. ഇതാ ഇന്ന ദിക്റുകൾ നിങ്ങൾ പതിവാക്കി വന്നോ. ആ കണക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വാസിത്തയിലൂടെ, മാധ്യമത്തിലൂടെ അള്ളാഹുവിനോട് നാം അടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് എഫക്ട് ചെയ്യും. ആ എഫക്ട് നമ്മിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെയാണ് ചില ദിക്റിന്റെ മജ്‌ലിസുകളിൽ ദുആ ചെയ്താൽ ഉടനടി ഉത്തരം നമുക്ക് ലഭിക്കാറില്ലേ? എത്രയോ പേഷ്യന്റുകളായ ആളുകൾ ദുആ ഇരുന്നിട്ട് അവർക്ക് പെട്ടെന്ന് ശിഫ ലഭിച്ച വാർത്തകൾ നമ്മുടെ ചെവിയിൽ കേട്ടിട്ടില്ലേ? പലരും 10,000, 3,000, 4,000 മൈലുകൾക്കപ്പുറം താമസിക്കുന്ന ഘട്ടത്തിലും ജാമിഅ അസീസിയയിൽ നടക്കുന്ന ഖാദിരിയ ദിക്റിലേക്ക് അവർ നേർച്ചയാക്കുന്നു. ചില ആപൽ ഘട്ടങ്ങളിൽ നമ്മളത് അറിയുന്നില്ല. അടുത്ത മാസം ദിക്റാകുമ്പോഴേക്കും അവരിതാ ആ നേർച്ച ഇങ്ങോട്ട് അയച്ചു എന്നവർ പറയുന്നു, ഇതാ ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി ഞാൻ നേർച്ചയാക്കിയതാണ്, അതിവിടെ എനിക്ക് മുറാദ് ഹാസിലായിരിക്കുന്നു, ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആളുകളാണ് ഇങ്ങോട്ട് അയക്കുന്നത്. വിളിച്ചു പറയും. നിങ്ങൾ ചിന്തിക്കണം, അതെന്തുകൊണ്ടാണ്? ദുആ ഇറക്കുന്ന ആരുടെ പവറല്ല, ആ മജ്‌ലിസിന്റെ പവറാണ്, ആ ദിക്റിന്റെ പവറാണ്. ആ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നു. ആ ലഭിക്കുന്നത് കൊണ്ട് നിരവധി ആളുകൾക്ക് ഹിദായത്തും കിട്ടും. ദുനിയാവ് മാത്രമല്ല, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അപ്പം മനസ്സിൽ അപ്പം പ്രകാശം വന്നു, വീണ്ടും ചെല്ലുമ്പോൾ വീണ്ടും പ്രകാശം വരിക. ഒരു ദിക്ർ ചെല്ലുമ്പോൾ മനസ്സിന്റെ കറകൾ അങ്ങനെ നീങ്ങുകയാണ്. ഈ കറകൾ നീങ്ങി 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 വളരെ സ്ഫുടമായി വ്യക്തമായി അത് ശരിയായി അത് തെളിയുന്ന ഘട്ടത്തിലാണ് നാം ഉന്നതങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് അഹങ്കാരം പോകും, നിഫാഖ് തരം പോകും, അസൂയ പോകും, തന്മേധാവിത്വം പോകും, ഹുബ്ബുൽ ജാഹ് പോകും, ഹുബ്ബുൽ മാല് പോകും, ഇതൊക്കെ പോകും. അപ്പൊ അവനെന്താ, ഇങ്ങനെയൊക്കെ പോയാൽ അവൻ നല്ലൊരു വിനയത്തിന്റെ ഉടമയായ മനുഷ്യനായി മാറും, വിനയമുള്ളവനായി മാറും. ഈ വിനയമുള്ളവനായി മാറാതെ നമുക്ക് രക്ഷപ്പെടാനും പോകുന്നില്ല, നാം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് ദിക്ർ. അതുകൊണ്ട് ദിക്റിന്റെ മഹത്വത്തെ മനസ്സിലാക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ, നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ അയാൾ ദിക്റിൽ പങ്കെടുക്കണം. മറ്റൊരു പറയണ മാതിരിയല്ല, നിസ്കരിക്കാത്ത ആൾക്ക് ദിക്റിൽ പങ്കെടുത്തിട്ട് എന്താ കാര്യം? അല്ല, ഞാൻ പറയുന്നത് നിസ്കരിക്കാത്ത പഹയനെ കെട്ടി വലിച്ചുകൊണ്ട് ദിക്റിൽ ഇരുത്തണം. അയാളെ മാനിച്ചിട്ടൊന്നുമല്ല, 5-6 ദിക്റിലിരിക്കുമ്പോൾ അവൻക്ക് ഹിദായത്ത് കിട്ടും, പിന്നെ നിസ്കരിക്കാൻ തുടങ്ങും. കള്ളു കുടിക്കണം, കള്ളനെ കൊണ്ടുവന്ന് ദിക്റിന്റെ മജ്‌ലിസിൽ കയ്യും കാലും കെട്ടിയിടണം. 5-6 ദിക്ർ കഴിയുമ്പോൾ അവൻക്ക് ഹിദായത്ത് കിട്ടും. അതിനാണ് ഈ പറയണത്. അല്ലാതെ നിസ്കരിക്കാത്ത ആൾ ദിക്ർ ചൊല്ലിയിട്ട് കാര്യമില്ലാതെ തള്ളിക്കളയലല്ലാന്ന് ഈ മുബ്തദീങ്ങളുടെ മാതാതാ. നിസ്കരിക്കാത്ത ആൾ മൗലിദ് ഓതിയിട്ടെന്താ? നിസ്കരിക്കാത്ത ആൾ ദിക്ർ ചൊല്ലിയിട്ടെന്താ? എന്താ? അവർക്ക് അതിന്റെ കൂലി കിട്ടും, നിസ്കരിക്കാത്തതിന്റെ ശിക്ഷയും കിട്ടും. അതന്നെ, ആ ചെല്ലിയ ദിക്റിന്റെ കൂലി കിട്ടും, നിസ്കരിക്കാത്തതിന്റെ ശിക്ഷയും കിട്ടും. അത് വേറെ. മിസ്കാല ദറത്തിൻ ഖൈറൻ യറ എന്ന് പറഞ്ഞാൽ, ഒരു മിസ്കാൽ ദറത്ത് ഖൈർ ചെയ്താലേ അതിന് കൂലി കിട്ടുന്നു. മിസ്കാല ദറത്തിൻ ശർറ യറ, ശർറാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോ തെറ്റ് ചെയ്തതിന്റെ ശിക്ഷ കിട്ടും, നന്മ ചെയ്തതിന്റെ കൂലിയും കിട്ടും. ചിലപ്പോൾ ആ നന്മ കൊണ്ട് ഇവന്റെ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പൊ വരണം, നിസ്കരിക്കാത്ത ആളും സൽക്കർമ്മങ്ങൾ ചെയ്യണം. കഴിവിന്റെ പരമായി അങ്ങനെ ചെയ്ത് അവൻ എന്തായി പോകും? നന്നായി പോകും. ഇനിയിപ്പോ ഏതൊരു ജമാഅത്തെ ഇസ്ലാമിക്കാരനോ അല്ലെങ്കിൽ മുജാഹിദോ അയാളും ഭരണം നിൽക്കുന്നു.
അങ്ങനെ വന്ന് 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 കൽബശുദ്ധിയാവും. അപ്പൊ അവൻ സുന്നിയായി മാറും. പിന്നീട് ഇത് കേട്ടായി ജമാഅത്തിന് ഒറ്റ ആളും ദിക്റിന് വരില്ല. കാരണം ഞങ്ങൾ സുന്നിയായി ഇപ്പോൾ മുശ്രിക്കായി പോകുന്നതാണ് അവർ ചിന്തിക്കുക. ദിക്റിന് പോയി 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 ഞങ്ങൾ മുശ്രിക്കാവാൻ സാധ്യതയുണ്ട് എന്നാ. കാരണം ഇറങ്ങിയതൊക്കെ ശിർക്കല്ല. അവർക്ക് എന്ത് കണ്ടാലും ശിർക്കാണ്, എവിടെ നോക്കിയാലും ശിർക്കാണ്. പാവങ്ങളെന്ന് എനിക്ക് പറയാനുള്ളൂ. ദിക്ർ ചൊല്ലിയ ശിർക്കാവണം എങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ശിർക്കാവണം എങ്ങനെ? തസ്ബീഹ് ചൊല്ലിയ ശിർക്കാവണം എങ്ങനെ? അപ്പൊ അതൊക്കെ വെറുതെ. ഏതായിരുന്നാലും അങ്ങനത്തെ ആളുകളെ ഉറച്ചൊരു മുബത്തദിയും നമ്മൾ ദിക്ർ മജ്‌ലിസിൽ വരില്ല. ഉറപ്പില്ലാത്ത ആളുകളൊക്കെ കൊണ്ടുവന്ന് ദിക്റിലിരുത്തി ഉറച്ചാൾ തന്നെ കുറച്ച് നാൾ തുടർച്ചയായിട്ട് വന്ന അയാൾ ശരിയാകും. കാരണം ചില രോഗങ്ങൾ അങ്ങനെയാ. രോഗങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3 മാസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ഇടും. അതേ രോഗം വേറെ ആൾക്ക് ഡോക്ടർ 1 മാസത്തെ ട്രീറ്റ്മെന്റ് ആയിരിക്കും. അതേ രോഗം വേറെ ആൾക്ക് ചിലപ്പോൾ 7 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിരിക്കും. എന്നതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ കാലാവധി കൂട്ടുകയും കുറക്കുകയും ചെയ്യുമ്പോൾ അവന്റെ കൽബിന്റെ വസാത്ത് അനുസരിച്ച് അവർക്ക് ഹിദായത്ത് പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് അങ്ങനത്തെ ആളുകളൊക്കെ ദിക്റിന് വരണം. ദിക്റിൽ ഇരുന്ന് അവർ ചെല്ലണം. ചെല്ലി ഹിദായത്ത് കിട്ടും. ഹിദായത്ത് കിട്ടിയാൽ എന്താണെന്നറിയാമോ? പാരത്രിക ലോകത്ത് മരിക്കുന്ന സമയത്ത് നമുക്ക് ഈമാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ മരണം? മരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഏതായിരുന്നാലും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒരുത്തൻ മരണപ്പെട്ടുകൊണ്ട് ഈ ഭൂമുഖത്ത് നിന്ന് പോകുന്നത് എങ്കിൽ അവന്റെ സമ്പത്ത് അവൻ ഉപേക്ഷിക്കുന്നു, അവന്റെ ഭാര്യ, സന്താനങ്ങൾ, കുടുംബങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഈ ലോകത്ത് നിന്ന് പോകുന്നുവെങ്കിൽ ഒറ്റപ്പെട്ട യാത്രയാണ് എങ്കിൽ അതിൽ ഈമാൻ കിട്ടാതെ മരിച്ചിട്ട് എന്ത് കാര്യം? ഈമാൻ കിട്ടാതെ മരിച്ചിട്ട് കാര്യമില്ല. സൂക്ഷിക്കണം കേട്ടോ. ഈ ഭൗതിക ലോക ജീവിതം ശാശ്വതമല്ലെന്ന് ഓർമ്മ വേണം. എപ്പോഴും ഓർഡർ വന്നേക്കാം. ഓർഡർ വന്നാൽ 24 മണിക്കൂറിനകം നീ മണ്ണറക്കുള്ളിൽ, കഴിഞ്ഞ 24 മണിക്കൂറിന് മുമ്പ് നീ ഒന്നിച്ചിവിടെ ജനങ്ങളുമായി കൊണ്ട് ചിരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ, അവരുമായി ഒന്നിച്ച് ഭക്ഷണം കഴിച്ചെങ്കിൽ, ഒരു പക്ഷേ അവിടെ നീ മരണപ്പെട്ട് 24 മണിക്കൂറിനകത്ത് നീ മണ്ണറക്കുള്ളിലായി, നിനക്ക് കൂട്ടുകാരില്ല, ആരുമില്ല. ആ ഘട്ടത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഈമാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിനക്ക് എന്ത് നേട്ടം? അവിടെ ഈമാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ യാതൊരു രക്ഷയിലാണ്. വെറുതെയല്ല ആളുകൾ അവിടെ മറവ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് പോരുമ്പോഴത്തേനും നിനക്ക് റൂഹ് വന്ന് ഓർമ്മ വന്ന് ഓർമ്മ വന്നപ്പോ ജനങ്ങൾ നടന്നു പോകുന്ന സൗണ്ട് നിന്റെ ചെവിയിൽ, ഖബറിന്റെ ഉള്ളിൽ നീ കേൾക്കുന്ന ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് വ്യക്തം. മയ്യത്ത് ഖബറിലേക്ക് മറവ് ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകുന്ന ആളുകളുടെ കാലിന്റെ ഒച്ച മയ്യത്ത് ഖബറിലേക്ക് കേൾക്കുന്ന. അപ്പ ചിന്തിക്കുന്ന പടച്ചോനൊക്കെ പോയല്ലോ, ആരുമില്ലല്ലോ, ഒരു വഴിയും കാണാനല്ല, ഒരു ലൈറ്റ് കാണാനല്ല. ഖബറിന്റെ ആ വക്കത്തൊക്കെ തപ്പിയൊക്കെ സ്വിച്ച് ഒന്നും കാണുന്നില്ല. ലൈറ്റ് ഇടാനേ ഒരു രക്ഷയില്ല, യാതൊരു രക്ഷയില്ല. ദുനിയാവിലെ ഓർമ്മക്ക് ഇങ്ങനെ തപ്പിയ സ്വിച്ചൊന്നുമില്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, ഇരുട്ടില്ല. അപ്പോഴാണ് മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം വരെ വരുന്നത്. അപ്പൊ നിന്റെ ഹാല് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെ, സത്യം. ഇതൊന്നും കളവല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ സ്വഹീഹ് ഹദീസാ. ഒരു മഹാനായ കവി പറഞ്ഞതുപോലെ ആ അവസ്ഥയെക്കുറിച്ച് മഹാൻ പറഞ്ഞു, കൈഫ കൈഫ തജീഉ മലകൈനി ശർഹമാ തസ്ഹബു ബിരിജ്ലൈൻ. നീ ചിന്തിച്ചു നോക്ക്. കൈഫ കൈഫ തജീഉ മലകൈൻ, നിന്റെ അടുക്കലേക്ക് 2 മലക്ക് വരുന്ന ഘട്ടം. കൈഫ കൈഫ തജീഉ മലകൈനി ശർഹമാ തസ്ഹബു ബിരിജ്ലൈൻ വഇദാ സഅലാകി ഫലാഹി വലാ وإذا سألك فلاح بلا سفرك طول زمان حقا سفرك طول زمان سفرك طول زمان. എന്താ പറഞ്ഞത്? നിന്റെ അവസ്ഥ എന്താ? ആ 2 മലക്കുകൾ ഇങ്ങോട്ട് വന്നാൽ, നിന്നോട് ചോദ്യം ചെയ്താൽ, വൈദാ സഅലാക്, അവർ നിന്നോട് ചോദിച്ചാൽ, നഫ്സ് നിന്നോട് ചോദിച്ചാൽ, അവർ ചോദിച്ചാൽ നിനക്ക് അതിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം നടക്കൂല മോനെ, നീ അവിടെ പെടില്ല, നിവൃത്തിയൊന്നുമില്ല. ഇതാണ് അവസ്ഥയെങ്കിൽ നീ ചിരിച്ചോ. അമ്മാ അലിംതി ബിനാരി ജഹന്നം ലാലാ തുതീഖു ബി സഫരി ജഹന്നം. നീ ചിന്തിച്ചോ നരകത്തെ കുറിച്ച്?
നീ നരകത്തെ കുറിച്ച് നീ ചിന്ത ബോധവാനാണെങ്കിൽ നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? നീ തയ്യാറെടുക്കൂല, അതിനുള്ള ചാൻസ് ഉണ്ടാക്കി വെക്കൂല ഭൗതിക ലോകത്ത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നീ സ്വീകരിക്കും. അപ്പൊ ഈ ഓർമ്മ വേണം. ഖബറാണ് മുന്നിൽ, ആ ഖബർ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള ഓർമ്മ വേണം. അപ്പൊ എന്ത് വേണം? ഖൽബ് കഴിവിന്റെ പരമമായി ശുദ്ധീകരിക്കാൻ നോക്കുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.